വ്യാഴാഴ്ച ദിവസത്തെ വോട്ടിംഗ് ഒക്കെ അവസാനിക്കാൻ പോവുകയാണ്. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ എടുക്കുമ്പോൾ വോട്ടിംഗ് വമ്പൻ മാറ്റങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പല പ്രമുഖരും തകർന്നടിയുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ അപ്രതീക്ഷിത മുന്നേറ്റവും ചിലരുടെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 7 മൂന്നാം ആഴ്ചത്തെ വ്യാഴാഴ്ച വൈകുന്നേരം 6:15 വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇഞ്ചോടിഞ്ച് ശക്തമായിട്ടുള്ള മത്സരത്തിന്റെ ഓരോ കണ്ടസ്റ്റന്റും കാഴ്ചവെക്കുന്നുണ്ട്. നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം തന്നെയാണ് ഓരോ മണിക്കൂറിലും നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഈ ഒരു മണിക്കൂറിൽ ആരൊക്കെ മുന്നിലെന്ന് പരിശോധിക്കാം. നിലവിൽ ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ നേരിയ മാറ്റങ്ങൾ ഇതിൽ സംഭവിക്കാം. നിലവിൽ ഒന്നാം സ്ഥാനത്ത് ഷാനവാസ് തുടരുകയാണ്. 2,58,154 എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി അനുമോളെ വെല്ലുവിളിച്ച് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ച് മുൻപോട്ട് കുതിക്കുമ്പോൾ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന അനുമോളെയാണ് രണ്ടാം സ്ഥാനത്ത്. 2,47,256 എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് സംഖ്യയിലോട്ട് നല്ലൊരു ഡിഫറൻസിലോട്ട് അനുവിന്റെ വോട്ട് പിന്നോട്ട് പോയപ്പോൾ മൂന്നാം സ്ഥാനത്ത് റെന ഫാത്തിമ മാറ്റമില്ലാതെ തുടരുകയാണ്. ഒരുപക്ഷെ എപ്പോൾ വേണമെങ്കിലും മറ്റുള്ളവർ റെനയെ അട്ടിമറിക്കാം. 1,88,219 എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ മാത്രം റെനയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് വീണ്ടും ഇത് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്ന നമ്മുടെ ശരത്തപ്പാനിയാണ്. 1,87,345 വോട്ടുമായിട്ട് എപ്പോൾ വേണേലും റെനയെ അട്ടിമറിച്ച് വീണ്ടും മുൻപോട്ട് വരാമെന്ന് ഉറപ്പിച്ചുള്ള ഒരു ശരത്തപ്പാനിയുടെ മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് അക്ബറിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അക്ബറിന് നേരിയ വോട്ടിംഗ് തകർച്ചയൊക്കെ കഴിഞ്ഞ മണിക്കൂറുകൾ അപേക്ഷിച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വീണ്ടും സേഫ് സോണിലോട്ട് വരികയാണ്. 1,86,041 എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി റെന, ശരത്ത് തുടങ്ങിയവർക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അക്ബറെ തൊട്ടു പുറകെ നിൽക്കുമ്പോൾ ആറാം പൊസിഷനിൽ മാറ്റിവരാതെ നമ്മുടെ ശൈത്യ തുടരുകയാണ്. ശൈത്യയുടെ വോട്ട് വലിയ കുഴപ്പമില്ലാതെ തന്നെ നിൽക്കുകയാണ്. 1,76,952 എന്ന് പറയുന്ന നിലയിൽ നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ നേരിയൊരു കരകയറ്റം കാഴ്ചവെച്ചിരിക്കുകയാണ് നമ്മുടെ സരിക കലാഭവൻ. സേഫ് ആകാനുള്ള സാധ്യതകൾ ഏറെയാണ്. 1,41,366 എന്ന് പറയുന്ന വോട്ടിംഗാണ് ഇതുവരെ സ്വന്തമാക്കിയപ്പോൾ എട്ടാം പൊസിഷനിലോട്ട് വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്ന സരികേനാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെയാണ് സേഫ് സോണിലോട്ട് മാറാനുള്ള ശ്രമമൊക്കെ ചേച്ചി നടത്തി തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിരുന്നു ഈ വോട്ടിംഗ് തുടങ്ങിയപ്പോഴല്ല. 1,32,642 എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ നേരിയ ഡിഫറൻസിൽ ഒനിയൻ ഒരുപടി പിന്നോട്ട് 9ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഒനിയലിന് നല്ലൊരു വോട്ടിംഗ് തകർച്ച ഈ ഒരു മണിക്കൂർ നേരിട്ടിട്ടുണ്ട്. 1,31,733 എന്ന് പറയുന്ന വോട്ടിംഗാണ് ഒനിയലിന് ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇതാണ് ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട്. ഇതിന് മാറ്റങ്ങൾ വരാം എങ്കിൽ പോലും നോക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെ പൊസിഷൻസിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതകളില്ല. എന്തൊക്കെയാണ് നിലവിലത്തെ വോട്ട് പരിശോധിക്കുമ്പോൾ പല പ്രമുഖരും തകർന്നടിയുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറുന്നത്. നാളെ രാത്രിയോടുകൂടിയായിരിക്കും വോട്ടിംഗ് ക്ലോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇന്നത്തെ വിലയേറിയ വോട്ട് ഇതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.